വർഷം 1983 സെപ്റ്റംബർ മാസമാണ്. തമിഴിൽ മുന്താണെ മുടിച്ചെന്ന ഭാഗ്യരാജ് ചിത്രം റിലീസായിട്ട് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷേ ചിത്രം കളിക്കുന്ന ഒരു തിയേറ്ററിലും ടിക്കറ്റ് കിട്ടാനില്ല. ആ സമയത്ത് കരിഞ്ചന്തയിൽ ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റ ചിത്രം കൂടിയായിരുന്നു മുന്താണെ മുടിച്ച്. ആ ചിത്രം അത്രമാത്രം ജനസമ്മതി നേടാനുള്ള ഒരു കാരണം അതിലെ നായികയായിരുന്നു. അതിലെ പരിമളം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പുതുമുഖമായ ഒരു മലയാളി പെൺകുട്ടിയായിരുന്നു. നായികയെ എത്തിയ ആദ്യ ചിത്രം കൊണ്ട് തന്നെ അവൾ പ്രേക്ഷകർക്ക് അങ്ങനെ പ്രിയപ്പെട്ടവളായി. പിന്നീട് വിവിധ ഭാഷകളിൽ 100 കണക്കിന് സിനിമകളിൽ കവിത വിവിധ വേഷങ്ങൾ പകർന്നാടി. എല്ലാവർക്കും അവരുടെ സ്വന്തം നാട്ടുകാരിയായി. ഫാൻഡയറുടെ ഈ താൾ അവരെക്കുറിച്ചാണ്. 40 വർഷമായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് പ്രകടനം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന കവിതാ രഞ്ജിനി എന്ന ഉർവശിയെക്കുറിച്ച്. സ്വാഗതം ഫാൻഡയറിയിലേക്ക്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 702 ചിത്രങ്ങളിലാണ് ഉർവശി ഇതുവരെ അഭിനയിച്ചത്. അഭിനയം മാത്രമല്ല, തിരക്കഥയിലും നിർമ്മാണത്തിലും കൈവച്ചു. ഉത്സവമേളം, പിടക്കോഴി കൂന്ന നൂറ്റാണ്ട് എന്നീ സിനിമകളുടെ കഥ ഉർവശി എഴുതിയതാണ്. ദേശീയ അവാർഡ് ജേതാവും 5 തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡും 2 തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും താരത്തിന് ലഭിച്ചിട്ടുണ്ട്. 1989, 1990, 91, 95, 2006 എന്നീ വർഷങ്ങളിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം താരത്തിന് ലഭിച്ചത്. 3 തവണ തുടർച്ചയായാണ് ഈ അവാർഡ് നേടിയത്. മഴവിൽ കാവടി, വർത്തമാനകാലം, തലയണ മന്ത്രം, കടിഞ്ഞൂൽ കല്യാണം, ഭരതം, മുഖചിത്രം, കാക്കത്തൊള്ളായിരം, കഴകം, മധുചന്ദ്രലേഖ എന്നീ സിനിമകളാണ് മലയാളത്തിൽ അവാർഡിന് അർഹയാക്കിയത്. 2006 അച്ചുവിൻ്റെ അമ്മയിലൂടെ മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡും താരത്തിന് ലഭിച്ചു. ചവറ VP നായർ കലാനിലയം നാടകവേദിയിലെ അഭിനേതാവായിരുന്നു. സമിതിയിലെ നർത്തകിയായാണ് തിരുവനന്തപുരം സ്വദേശിയായ വിജയലക്ഷ്മി എത്തുന്നത്. വൈകാതെ ഇരുവരും പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അവർക്ക് കലാരഞ്ജിനി, കൽപ്പനാരഞ്ജിനി, കവിതാരഞ്ജിനി എന്നിങ്ങനെ 3 പെൺമക്കളും പ്രിൻസ്, കമൽ റോയ് എന്നീ 2 ആൺകുട്ടികളും ഉണ്ടായി. 3 പെൺകുട്ടികളും സിനിമയിൽ സജീവമായി. അതിൽ ഇളയവളായ കവിതാരഞ്ജിനിയാണ് പിൽക്കാലത്ത് ഉർവശിയായി തെന്നിന്ത്യയിൽ മിന്നും താരമായത്. 1977 തൻ്റെ 8ാം വയസ്സിൽ അഭിനയരംഗത്തെത്തിയ ഉർവശി വിടരുന്ന മുട്ടുകൾ എന്ന മലയാള ചിത്രത്തിലാണ് ആദ്യം എത്തുന്നത്. സഹോദരി കൽപ്പനയുടെയും ആദ്യ സിനിമ ഇതുതന്നെയായിരുന്നു. അച്ഛനായ VP നായരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായ ഒരു റോൾ ലഭിക്കുന്നത് 10ാം വയസ്സിൽ കതിർമണ്ഡപം എന്ന KP പിള്ളയുടെ ചിത്രത്തിലാണ്. ശ്രീകുമാരൻ തമ്പി തിരക്കഥയൊരുക്കിയ ചിത്രത്തിൽ ജയഭാരതിയുടെ ബാല്യകാലമാണ് ഉർവശി അഭിനയിച്ചത്. 1983 തൻ്റെ 13ാം വയസ്സിലാണ് ആദ്യമായി ഉർവശി നായികയായി അഭിനയിക്കുന്നത്. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു അത്. 1983 ഷൂട്ട് ചെയ്തെങ്കിലും 86 പടം റിലീസായത്. നായികയായി റിലീസായ ആദ്യ ചിത്രം 83 പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ചായിരുന്നു. ഈ സിനിമ വൻ വിജയം നേടിയതോടെ ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടായി. 9ാം ക്ലാസ്സിൽ പഠനത്തിന് ഫുൾ സ്റ്റോപ്പിട്ട് അഭിനയമാണ് തൻ്റെ മേഖലയെന്ന് ഉർവശി തിരിച്ചറിഞ്ഞു. അച്ഛനും അമ്മയും സ്റ്റേജിൽ തകർക്കുമ്പോഴൊന്നും കുഞ്ഞ് കവിതയ്ക്ക് അഭിനയമോഹം തോന്നിയിരുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥയോ വക്കീലോ ആവണമെന്നായിരുന്നു ആകെ ഉണ്ടായിരുന്ന ചിന്ത. നായികയായി ആദ്യ ചിത്രമിറങ്ങി തമിഴ്നാട്ടിൽ മുഴുവൻ തരംഗമാവുമ്പോഴും അശോക് നഗറിലെ ആ കെട്ടിടത്തിലെ 2ാം നിലയിലെ ഇടുങ്ങിയ ചെറിയൊരു ഫ്ലാറ്റിലാണ് അമ്മ വിജയലക്ഷ്മിയോടൊപ്പം ഉർവശിയുടെ താമസം. ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം വീട്ടിലേക്ക് കത്തുകളുടെ വരവായിരുന്നു. ദിവസവും 100-ലധികം കത്തുകൾ. ഇതൊക്കെ പൊട്ടിച്ച് വായിക്കാൻ തന്നെ ഏറെ സമയം വേണം. അതായത് ചിത്രം റിലീസ് ചെയ്ത് 1 മാസത്തിനുള്ളിൽ 3000-ഓളം കത്തുകളാണ് ഉർവശിക്ക് അക്കാലയളവിൽ വന്നത്. 14 വയസ്സുള്ള കവിതയോടുള്ള വിവാഹാഭ്യർത്ഥനയാണ് പല കത്തുകളും. കത്തുകൾക്ക് മറുപടി എഴുതാൻ വേണ്ടി മാത്രം ഒരു പഴയ ടൈപ്പ്റൈറ്ററും തമിഴറിയാവുന്ന ഒരു സഹായിയെയും കൂടി ഉർവശി വെച്ചു. ആദ്യ സിനിമയുടെ ഷൂട്ടിനിടെ തന്നെക്കുറിച്ച് സിനിമാ വാരികയിൽ വന്ന ഒരു ഗോസിപ്പ് വാർത്തയെക്കുറിച്ച് താരം പിന്നീട് പലതവണ പറഞ്ഞിട്ടുണ്ട്. AVMൻ്റെ ബാനറിൽ ഒരു സ്കൂൾ കുട്ടി അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വകയും പറഞ്ഞാൽ അനുസരിക്കില്ല. ഡയറക്ടർ ഒന്ന് ദേഷ്യപ്പെട്ടാൽ അന്ന് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഇതായിരുന്നു ബേബി കവിതയെക്കുറിച്ച് വന്ന ഗോസിപ്പ്. അത് ശരിയായിരുന്നുവെന്ന് ഉർവശി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. സെറ്റിൽ ആരെങ്കിലും ഇത്തിരി ശബ്ദം കൂട്ടി തന്നോട് പറഞ്ഞാൽ പോലും അഭിനയം നിർത്തി വീട്ടിൽ പോകാൻ നിൽക്കുകയായിരുന്നു കുഞ്ഞുർവശി. കൂടെ അഭിനയിച്ച കാർത്തികിനും സംവിധായകനും ഉർവശിയുടെ ഈ സ്വഭാവത്തിൽ ചില സമയത്ത് ദേഷ്യം വരുമായിരുന്നത്രേ. ഷൂട്ട് മുടങ്ങാതിരിക്കാൻ അവർ മിണ്ടാതിരിക്കും. ഭാഗ്യരാജിൻ്റെ ചിത്രത്തിലെത്തിയപ്പോഴാണ് കവിത എന്ന പേര് ഉർവശിയാകുന്നത്. ആ പരിവേഷം തമിഴ് സിനിമയെ മാറ്റിമറിച്ചു. മകളുടെ ആ പെരുമ കാണാൻ VP നായർ ഇല്ലായിരുന്നു. അദ്ദേഹം മരിച്ച് 1.5 വർഷത്തിന് ശേഷമാണ് കവിത ഉർവശിയാകുന്നതും തമിഴകത്തിൻ്റെ പ്രതീക്ഷയാകുന്നതും.
തിരുവനന്തപുരം വടക്കേ കൊട്ടാരം ഗേൾസ് സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ച കവിതയുടെ തുടർ വിദ്യാഭ്യാസം കോടമ്പാക്കത്തെ കോർപ്പറേഷൻ സ്കൂളിലായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. പിന്നെ സിനിമയിൽ തിരക്കായി. 1984-ൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ച എതിർപ്പുകളാണ് ഊർവശി നായികയായി അഭിനയിച്ച ആദ്യ മലയാള സിനിമ. ആ ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടു. എന്നാൽ തമിഴ് സിനിമ ഊർവശിയെ സ്വീകരിച്ചു. പിന്നീട് ഊർവശിക്ക് കയറ്റത്തിൻ്റെ കാലമായിരുന്നു. തമിഴ് ചിത്രങ്ങളിൽ പ്രശസ്ത നായക നടന്മാരോടൊപ്പം ഊർവശി നായികയായി അഭിനയിച്ചു. 1985-95 കാലഘട്ടത്തിൽ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഊർവശി. ഇക്കാലയളവിൽ 500-ലധികം ചിത്രങ്ങളിലാണ് താരം അഭിനയിച്ചത്. ഈ സമയത്ത് തന്നെയാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഊർവശി ഭാഗമാവുന്നത്. സുഗമോ ദേവിയിലെ പ്രകടനം ഏത് മലയാള സിനിമാ പ്രേക്ഷകനാണ് മറക്കാനാവുക? കളിപ്പാട്ടത്തിലെ സരോജം, ലാൽസലാമിലെ അന്നമ്മ, സ്വാഗതത്തിലെ ഫിഫി, അങ്ങനെ മുഖത്ത് മിന്നിമറയുന്ന ഭാവപ്രകടനങ്ങൾ കൊണ്ട് ഊർവശി മലയാളിയെ വിസ്മയിപ്പിച്ചതിന് കയ്യും കണക്കുമില്ല. ഊർവശി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും മനസ്സിലേക്ക് ഓടി വരുന്ന കഥാപാത്രങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവും സ്ഫടികവുമായിരിക്കും. തലയണ മന്ത്രത്തിലെ കാഞ്ചനയെ പോലെ മറ്റൊരു കഥാപാത്രം അതിനു മുമ്പോ ശേഷമോ ഉണ്ടായിട്ടുണ്ടോ? കാഞ്ചന അനിയത്തിയുടെ സ്വർണ്ണ ചെയിൻ യാദൃശികമായി നോക്കുകയും അതിൻ്റെ ഭാരം എത്രയാണെന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട് ചിത്രത്തിൽ. ആ ഒറ്റ സീനിലറിയാം ഊർവശി എന്ന ലെജൻഡിൻ്റെ അഭിനയസിദ്ധി. 90കളുടെ തുടക്കത്തിൽ ഊർവശിക്ക് ശക്തമായ വേഷങ്ങൾ നൽകിയ ഒരു കൂട്ടം സിനിമകളുണ്ടായി. മുഖചിത്രം, കാക്കത്തൊള്ളായിരം, കടിഞ്ഞൂൽ കല്യാണം, ഭരതം, മാളൂട്ടി, അഹം, വെങ്കലം, സ്ത്രീധനം, നാരായം, മിഥുനം, കളിപ്പാട്ടം തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്. ഊർവശി കൈവച്ച് മികച്ചതാക്കാത്ത അഭിനയ മേഖലകളില്ല. ഹ്യൂമർ ഇത്രയും വഴങ്ങുന്ന വേറൊരു നായിക എന്നല്ല, നടി തന്നെ ഇല്ല എന്ന് പറയണം. സന്ദർഭം പോലെ കോമിക് ആകാനും ഡ്രാമാറ്റിക് ആകാനും റിയലിസ്റ്റിക് ആകാനും ഒരു അധിക പ്രയത്നവും ഊർവശിക്ക് വേണ്ട. സ്വന്തം ശബ്ദത്തിലും അല്ലാതെയും അവർക്കൊരു വ്യത്യാസവുമേയില്ല. സിനിമയിൽ മിന്നും താരമായി തുടരുമ്പോഴും വ്യക്തിജീവിതത്തിൽ ദുരിതങ്ങളുടെ കടലായിരുന്നു ഊർവശിക്ക് താണ്ടാനുണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവനായ കുഞ്ഞനിയൻ പ്രിൻസിൻ്റെ ആത്മഹത്യയായിരുന്നു ഊർവശിയെ തളർത്തിയ ഒരു കാര്യം. അതിൽ നിന്ന് കരകയറാൻ ഒരുപാട് സമയമെടുത്തു. വിജി തമ്പിയുടെ പിടക്കോഴി കൂന്ന നൂറ്റാണ്ടിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഊർവശി മനോജ് കേജനുമായി കൂടുതൽ അടുക്കുന്നത്. ചിത്രത്തിൻ്റെ നിർമ്മാതാവായിരുന്നു ഊർവശി. 2000-ൽ ഇരുവരും വിവാഹം കഴിച്ചെങ്കിലും 8 വർഷം നീണ്ട ദാമ്പത്യം 2008-ൽ അവസാനിപ്പിച്ചു. പിന്നെ മകളുടെ അവകാശത്തിന് വേണ്ടിയുള്ള കോടതി അലച്ചിലുകൾ, സഹോദരി കൽപ്പനയുടെ അകാല വിയോഗം, അങ്ങനെ ഇടവേളകളിൽ കയറി വന്നത് അത്രയും സങ്കടക്കടലുകൾ. ആ ഇടക്ക് ഓൺലൈൻ തലക്കെട്ടുകളിൽ പല വാർത്തകളും വന്നു. ജീവിതം അവസാനിപ്പിക്കാൻ പോലും തോന്നിയ ഘട്ടങ്ങളുണ്ടായി. ആ സമയത്ത് ഏറ്റവും അടുത്ത സുഹൃത്തായ കമൽഹാസനാണ് തനിക്ക് ആശ്വാസമായതെന്ന് ഊർവശി പലതവണ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഊർവശിയോട് കമൽ തിരിച്ചു പറഞ്ഞത് ഇതാണ്: നിന്റെ തീരുമാനമാണത്, പക്ഷേ നഷ്ടം നിനക്ക് മാത്രമാണ്. ഈ ലോകം അതിനുശേഷവും അങ്ങനെ തന്നെ പോകും. ആ വാക്കുകൾ ഊർവശിയുടെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. പിന്നെ ഒരു തിരിച്ചറിവുണ്ടായത് അച്ചുവിൻ്റെ അമ്മയിലൂടെ 2005-ൽ. ആ 2ാം വരവിൽ ഊർവശിക്കും അവരുടെ കഥാപാത്രങ്ങൾക്കും വല്ലാത്തൊരു മാറ്റമുണ്ടായിരുന്നു. ദേശീയ അവാർഡ് കൂടി നേടിയാണ് ആ വരവ് ഗംഭീരമാക്കിയത്. മാറി വന്ന ഊർവശി മാറുന്ന സിനിമയിലേക്കാണ് കാലെടുത്ത് വെച്ചത്. നായകൻ്റെ വാലാവുക എന്ന പഴയ സമ്പ്രദായമൊക്കെ അവസാനിപ്പിച്ചു. ഒറ്റയ്ക്കൊരു സിനിമ തോളിലേറ്റുന്ന കഥാപാത്രങ്ങളുമായി അവർ നിറഞ്ഞു നിന്നു. തമിഴിലും മലയാളത്തിലും കണ്ടന്റിന് പ്രാധാന്യമുള്ള സിനിമകളിൽ പലതിലും പ്രധാന കഥാപാത്രമായി ഊർവശി മാറി. സുരൈ പൊട്രുവും ജെ ബേബിയിലും ഊർവശി തിളങ്ങി. എല്ലായ്പ്പോഴും ഒരു പുതുമുഖ നടിയുടെ ഭാവമാണ് ഊർവശിക്ക്. ഉള്ളൊഴിക്കലിൽ ഇല്ലാമയെ നോക്കൂ. ഒരു അഭിനേത്രി തൻ്റെ കഥാപാത്രത്തിലൂടെ ഒരു സിനിമയെ സ്വന്തം തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രേക്ഷകരെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ആ ചിത്രം. പ്രകടനം കൊണ്ട് പ്രേക്ഷകരെ സിനിമക്കുള്ളിലേക്ക് വലിച്ചിടുന്ന ആ മാജിക് ഊർവശി ഇപ്പോഴും തുടരുന്നുണ്ട്. ചലച്ചിത്ര രംഗത്തേക്കെത്തി 4 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഊർവശി എന്ന നടിയെ കവച്ചു വെക്കാൻ തക്കവണ്ണം അഭിനയ പാടവമുള്ള അധികം നടിമാരൊന്നും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.